നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. തബൂക്ക്, ജൗഫ്, ഹായിൽ, കിഴക്കൻ പ്രവിശ്യ, വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിൽ കാറ്റ് വീശുമെന്നും ജിസാൻ, അസീർ, അൽ-ബാഹ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഖമീസിലും മദീനയുടെ കിഴക്കൻ ഭാഗങ്ങളിലും റിയാദിന്റെ വടക്കൻ ഭാഗങ്ങളിലും കിഴക്കൻ പ്രവിശ്യയിലും പൊടിക്കാറ്റുമുണ്ടാവും. റിയാദ്, ഖസീം, ഹായിൽ മേഖലയിൽ കഴിഞ്ഞ ആഴ്ച ആദ്യ ബാച്ച് ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം ആരംഭിച്ചിരുന്നു. സൗദിയിൽ കൃത്രിമ മഴയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെന്ന് പരിസ്ഥിതി ജല കാർഷിക വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. രാജ്യത്തെ ശരാശരി മഴയുടെ തോത് വലിയ രീതിയിൽ ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിവർഷം 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. രാജ്യത്തെ നദികളും തടാകങ്ങളും എല്ലാം വറ്റിക്കിടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് കൃത്രിമ മഴ പെയ്യിക്കാം എന്ന തീരുമാനവുമായി സൗദി രംഗത്തെത്തുന്നത്. അടുത്തിടെയാണ് സൗദി മന്ത്രിസഭ കൃത്രിമ മഴ പെയ്യിക്കാൻ അനുമതി നൽകിയത്. മഴമേഘങ്ങളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ തന്നെ സൗദി ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. റിയാദിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ ആസ്ഥാനത്താണ് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കൃത്രിമ മഴ പെയ്യിക്കുവാൻ വേണ്ടിയുള്ള വിമാനങ്ങൾ പറത്തി തുടങ്ങിയിട്ടുണ്ട്. സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ രാജ്യത്ത് ഒരുക്കി കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരും നിർദ്ദേശങ്ങൾ നൽകാനും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.